ഹലോ, വെൽക്കം ബാക്ക് ടു ഐഫോ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന അപ്പോപ്റ്റോസിസിന്റെ ബാക്കി പോർഷൻസ് ആണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അല്ലെ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. നോക്കിക്കേ, എന്തൊക്കെയാണ് അപ്പോപ്റ്റോസിസിന്റെ റിക്വയർമെന്റ് എന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു അപ്പോപ്റ്റോസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത് നോക്കിക്കേ. എന്തൊക്കെയാണ്? ഒന്ന് BCL2 ഫാമിലി പ്രോട്ടീൻസ്, മൈറ്റോകോൺട്രിയ, കാസ്പേസസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് റിക്വയർമെന്റ്സ് അല്ലേ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ സമയത്ത് തൊട്ട് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് അതിലേക്ക് റിക്വയർഡ് ആയത് നമ്മൾ നോക്കാറുണ്ടല്ലേ. അതുപോലെ ഇവിടെ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണ്? BCL2 ഫാമിലി പ്രോട്ടീൻസ്, മൈറ്റോകോൺട്രിയ, കാസ്പേസസ്. നോക്കൂ, ആദ്യം നമുക്ക് BCL2 ഫാമിലി പ്രോട്ടീൻസ് നോക്കാം. എന്താണ് BCL2 ഫാമിലി പ്രോട്ടീൻസ് നോക്കാം. BCL2 ഫാമിലി മെമ്പേഴ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ 1 to 4 short block of conserved protein sequence called BH ഡൊമൈൻസ്. അതായത് ഒരു ടൈപ്പ് പ്രോട്ടീൻ ആണ് ഈ എന്താണ് BCL2 ഫാമിലി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ. ആ പ്രോട്ടീൻസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് എന്ത് കാണുന്ന ഒരു ബ്ലോക്ക്, ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കാണുന്ന ഒരു സീക്വൻസ് കാണുന്നതിനെ BH എന്ന് പറയും. ഓക്കെ, ഒരു BH ഡൊമൈൻ കാണുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? BCL2 ഫാമിലി പ്രോട്ടീൻ എന്ന്. അപ്പൊ ഒരു BH ഡൊമൈൻ ഉള്ളതാണ്, ഇതിന്റെ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു BH2 ഡൊമൈൻ ഉള്ള പോർഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയുന്നു? എന്തെന്നാ പറയാ? നമ്മൾ അതിന് ഒരു BCL2 ഫാമിലി പ്രോട്ടീൻ എന്ന് പറയും. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്, 3 തരത്തിലുണ്ട്. ഏതൊക്കെ? പ്രൊട്ടക്ടേഴ്സ്, കില്ലേഴ്സ്, BCL2 റെഗുലേറ്റേഴ്സ്. ഏതൊക്കെയായിരുന്നു? പ്രൊട്ടക്ടേഴ്സ് ആണ്, കില്ലേഴ്സ് ആണ്, അടുത്ത BCL2 റെഗുലേറ്റേഴ്സ് ആണ്. പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? ആന്റി അപ്പോപ്റ്റോട്ടിക്, അതായത് അപ്പോപ്റ്റോസിസ് നടത്തൂല ഇന്ന് രക്ഷിക്കുന്ന ആളുകളാണ് പ്രൊട്ടക്ടേഴ്സ്, സംരക്ഷകരാ. അപ്പോപ്റ്റോസിസ് നടക്കാതെക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആന്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറഞ്ഞാൽ. അത് നോക്കിക്കേ, പ്രൊട്ടക്ട് സെൽ അഗെയിൻസ്റ്റ് അപ്പോപ്റ്റോസിസ്. അപ്പോപ്റ്റോസിസിൽ നിന്ന് നമ്മളെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അടുത്ത ആളാണ് കില്ലേഴ്സ് അല്ലെങ്കിൽ പ്രോ അപ്പോപ്റ്റോട്ടിക്. അതിന്റെ പ്രത്യേകത എന്താ? ആക്റ്റീവ്ലി കിൽ സെൽസ്. അവരെങ്ങനെയാണ്? ആക്റ്റീവ്ലി കിൽ ചെയ്യുന്ന സെൽസ് ആണ് നമ്മുടെ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ. പ്രോ അപ്പോപ്റ്റോട്ടിക് ആണ്. അടുത്ത BCL2 റെഗുലേറ്റേഴ്സ് ആണ്. പ്രൊമോട്ട് സെൽ കില്ലിംഗ് ബൈ എയ്തർ ഇന്റർഫിയറിംഗ് വിത്ത് ദ BH2 only protein domains and protect or activate the killers. എന്താണ്? ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? അവരെന്താ ചെയ്യുക? കില്ലിംഗ് ബൈ എയ്തർ ഇന്റർഫിയറിംഗ് വിത്ത് പ്രൊട്ടക്ടേഴ്സ്. ഒന്നെങ്കിൽ പ്രൊട്ടക്ടേഴ്സിന് എന്ത് ചെയ്യും? നമ്മുടെ പ്രൊട്ടക്ടേഴ്സിനെ ശരിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ കില്ലിങ്ങിന് അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത പരിപാടി എന്താ? ആക്ടിവേറ്റിംഗ് കില്ലേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നോക്കിക്കേ. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് BCL2 ഫാമിലി പ്രോട്ടീൻസ് ആണ് അപ്പോപ്റ്റോസിസിന് ഇൻവോൾവ് ആവുന്നത്. അത് 3 തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊരു BH ഡൊമൈൻ ഉണ്ടായിരിക്കും. 3 തരത്തിലുള്ള പ്രോട്ടീനെ പരിചയപ്പെട്ടു. ഒന്നായിരുന്നു പ്രൊട്ടക്ടേഴ്സ്, രണ്ടായിരുന്നു കില്ലേഴ്സ്, മൂന്നായിരുന്നു BCL2 റെഗുലേറ്റേഴ്സ്. അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്ടേഴ്സ് ആണെങ്കിൽ അപ്പോപ്റ്റോസിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ആന്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറയും. അടുത്തത് കില്ലേഴ്സ് ആണെങ്കിൽ പ്രോ അപ്പോപ്റ്റോട്ടിക് എന്ന് പറയും. അടുത്ത BCL2 റെഗുലേറ്റേഴ്സ് ആണ്. BCL2 റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? ഏത് ഇന്റർഫിയർ വിത്ത് ഇന്റർഫിയർ വിത്ത് പ്രൊട്ടക്ടേഴ്സ്. ചിലപ്പോ പ്രൊട്ടക്ടേഴ്സുമായിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവരെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. അടുത്ത എന്താ? ആക്ടിവേറ്റിംഗ് ദ കില്ലേഴ്സ്. അപ്പൊ ഇവർക്ക് 2 ഫംഗ്ഷൻസ് ആണ്. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഫംഗ്ഷൻസ്. ചിലപ്പോൾ ഇവർ പ്രൊട്ടക്ടേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. ചില സമയത്ത് ഇവർ കില്ലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. 2 ഫംഗ്ഷൻസ് ആണ് നമ്മുടെ BCL2 റെഗുലേറ്റേഴ്സ് ചെയ്യുന്നത്. യെസ്, ഇത് നോക്കിക്കുക. BCL2 ഫാമിലി പ്രോട്ടീൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ വരുന്നത്? ഇവിടെ പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്, കില്ലേഴ്സ് ഉണ്ട്. നോക്കൂ, ഏതൊക്കെയായിരുന്നു? പ്രൊട്ടക്ടേഴ്സ്, കില്ലേഴ്സ്, റെഗുലേറ്റേഴ്സ്. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. BCL2, BCL2 XL, BCLW, MCL1, A1, BU, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കില്ലേഴ്സ് ബാക്ക്, ബോക്ക്, BCLXA. ഓക്കെ, അങ്ങനെ കുറെ ഉണ്ട്. അടുത്ത റെഗുലേറ്റേഴ്സ് ബാഡ്, ബിഡ്, മിം, BMF, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ കേസും പലതായിരിക്കും. അതാണ് ഇതിന്റെ സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ. ഇതാണ് പ്രൊട്ടക്ടേഴ്സ്. പ്രൊട്ടക്ടേഴ്സിന്റെ കേസിൽ ഇവിടെ എന്താ? ഒരു BH2 കാണുന്നുണ്ട്. കില്ലേഴ്സിന്റെ കേസിൽ ഒരു BH2 കാണുന്നുണ്ട്. ഒരുപാട് BH2 ഡൊമൈൻസ് ഉണ്ട്. അടുത്ത റെഗുലേറ്റേഴ്സിന്റെ കേസിലും എന്ത് വരുന്നത്? BH2 ഡൊമൈൻസ് വരുന്നുണ്ട്. സോ BH2 ഡൊമൈൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ BCL2 ഫാമിലി പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എന്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഏതിന്റെ സ്ട്രക്ചേഴ്സ്? പ്രൊട്ടക്ടേഴ്സിന്റെയും കില്ലേഴ്സിന്റെയും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സിന്റെ ഒക്കെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ള സാധനമാണ് മൈറ്റോകോൺട്രിയ അല്ലെ. ദ പ്രോ അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻ ബാക്സ് ആൻഡ് ബാക്ക് ഫോം പോസ് ഓൺ
hole in the outer mitochondrial membrane allow release into the cytosol of mitochondrial protein such as cytochrome C. അതായത് ഇവിടെ നോക്കിക്കേ, ആദ്യം ഒരു കാര്യം നോക്കണം, ഏതൊക്കെയാണ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ കില്ലേഴ്സ് ആട്ടോ. ബാക്ക് ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കില്ലേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ ചെയ്യാ, നമ്മുടെ മൈറ്റോകോൺഡ്രിയന്റെ അകത്ത് ഈ ഒരു സെല്ലിന്റെ ഡെപ്തിന് ആയിട്ടുണ്ടെങ്കിൽ അവർ കില്ലേഴ്സ് ബാക്സും ബാക്കും ഒക്കെ നേരെ പോയിട്ട് മൈറ്റോകോൺഡ്രിയന്റെ സെൽ മെമ്പറയിൽ കയറും. അങ്ങനെ അതിനകത്ത് കയറിയിട്ട് അതിനുള്ളിൽ പോർസ് ഉണ്ടാക്കും, ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കും. ആ ഹോളിലൂടെ സൈറ്റോക്രോം സി പുറത്തു ചാടും. ഓക്കെ, നമുക്കറിയാം സൈറ്റോക്രോം സി എവിടെയുള്ളത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിലാണ് നമുക്കറിയാം. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സൈറ്റോക്രോം സി വരുന്നുണ്ട്. ആ സൈറ്റോക്രോം സി ഈ പോർ വഴി എന്ത് ചെയ്യുന്നു, പുറത്തു ചാടുന്നു. അത് പുറത്തു ചാടി സൈറ്റോക്രോം സി ബൈൻഡ് ടു എ അഡാപ്റ്റർ പ്രോട്ടീൻ, അതൊരു അഡാപ്റ്റർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. കോംപ്ലക്സ് ആക്ടിവേറ്റ് കാസ്പേസസ്. അങ്ങനെ അഡാപ്റ്റർ പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആവുന്നു. ആ കോംപ്ലക്സ് ആണ് എന്തായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കി, നമ്മുടെ കാസ്പേസ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ കാസ്പേസിനെ ആക്ടിവേറ്റ് ആക്കുക. ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ. ഈ മൈറ്റോകോൺഡ്രിയക്ക് അകത്ത് എന്ത് ചെയ്യുന്നത്, അപ്പോപ്റ്റോട്ടിക് സ്റ്റിമുലസ് വരുന്നു. അപ്പോപ്റ്റോട്ടിക് സ്റ്റിമുലസ് ആണ് അപ്പോപ്റ്റോട്ടിക് കില്ലേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ആക്ട് ചെയ്യുന്നു. സോ അതിന്റെ ഫലമായിട്ട് ഇവിടെ ചെറിയ ചെറിയ പോറുകൾ വരുന്നു. ആ പോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സൈറ്റോക്രോം സി ഇന്റർമെംബ്രെയിൻ സ്പേസ്, ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് സൈറ്റോക്രോം സി വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ സൈറ്റോക്രോം സി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡാപ്റ്റർ പ്രോട്ടീനായിട്ട് ചേരും. കണ്ടോ, ഓരോ സൈറ്റോക്രോം സിയും അഡാപ്റ്റർ പ്രോട്ടീനുമായിട്ട് ചേർന്ന് ഒരു അസംബ്ലി, ഒരുമിച്ചൊരു കൂട്ടായിട്ട് ഒരു അസംബ്ലി ഫോം ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, റിക്വയർമെന്റ് ഓഫ് പ്രോക്കേസ് 9 മോളിക്യൂൾസ്, അതിലേക്ക് ഒരു പ്രോക്കേസ് 9 മോളിക്യൂൾസും വരുന്നു. ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു മുഴുവൻ സ്ട്രക്ചർ ആക്ടിവേഷൻ ഓഫ് പ്രോക്കേസ് 9 വിത്തിൻ അപ്പോസ്റ്റോമ്, അതാണ് എന്തെന്ന് പറയുന്നത്, കാസ്പേസ് കാസ്കേഡ് ലീഡിംഗ് ടു അപ്പോപ്റ്റോസിസ്. ഈ ഒരു സ്ട്രക്ചർ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാസ്പേസ് ആക്ടിവിറ്റി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കിക്കേ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു സ്ട്രക്ചറാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്ന ആഫ്റ്റർ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞൊരു നമ്മുടെ കില്ലേഴ്സ് വന്നിട്ട് മൈറ്റോകോൺഡ്രിയയിൽ വന്നിട്ട് പോറുണ്ടാക്കുന്നു. അത് ത്രൂ എന്ത് ചെയ്യുന്നു, പുറത്ത് ചാടുന്നു സൈറ്റോക്രോം സി. അത് അഡാപ്റ്റർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, അസംബ്ലി ചേരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു എന്താ ഫോം ചെയ്യുന്നത്, ഒരു അപ്പോസ്റ്റോംസ് ഫോം ചെയ്യുന്നു. ഇനി ആ അപ്പോസ്റ്റോംസ് ആണ് കാസ്പേസ് കാസ്കേഡിനെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ നോക്കിക്കേ, അപ്പോസ്റ്റോം ഓർ ഡെത്ത് വീൽ. അപ്പോസ്റ്റോംസ് അല്ലെങ്കിൽ ഡെത്ത് വീലാണ്, അതായത് ആ നേരത്തെ മോളിക്യൂൾസ് ചേർന്നുണ്ടായില്ലേ, നമ്മുടെ സൈറ്റോക്രോമും അതുപോലെ തന്നെ അഡാപ്റ്റർ പ്രോട്ടീനും ചേർന്നുണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിനെ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ. നോക്കിക്കേ, റിലീസ് ഓഫ് സ്മാക് ആൻഡ് ഡയാബ്ലോ പ്രോട്ടീൻ ഫ്രം മൈറ്റോകോൺഡ്രിയ ഓൾസോ പ്രൊമോട്ട് കാസ്പേസ് ആക്ടിവേഷൻ. കാസ്പേസ് ആക്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒന്നാണ് സ്മാക്കും ഡയാബോളും ഒക്കെ അവിടുന്ന് എന്ത് ചെയ്യുന്ന റിലീസ് ചെയ്യുന്നത്. അടുത്തത് സിയാപ്പ് അല്ലെങ്കിൽ XIAP, one membrane of a family of inhibitor of apoptosis protein provide another way to restrain both the initiator and the effector caspase. അതായത് ഒരു എന്താണ്, ഇൻഹിബിറ്ററോട് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റീസ്ട്രെയിൻ ബോത്ത് ഇനീഷ്യേറ്റർ ആൻഡ് എഫക്ടർ. എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വീണ്ടും റീ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്ടർ ആയിട്ടും കാസ്പേസിന്റെ ഇനീഷ്യേറ്റർ എഫക്ടർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അസംബ്ലി ഓഫ് ബാക്ക് oligomers lead to the release of SMARC and diabolos from the mitochondrial intermembrane space. അടുത്തതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബാക്സും ബാക്കും ഒക്കെ മൈറ്റോകോൺഡ്രിയൽ ഇന്റർമെംബ്രെയിൽ ആക്ട് ചെയ്യുന്നു പറഞ്ഞു. അതേ സമയത്ത് തന്നെ അവിടുന്ന് പുറത്ത് വരുന്നതാണ് സ്മാക് ആൻഡ് ഡയാബ്ലോസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഇന്റർമെംബ്രെയിൽ സ്പേസിലേക്ക് വരുന്നു. ഇവരെന്താ ചെയ്യുക, ബൈൻഡ് ടു സിയാപി. നേരത്തെ പറഞ്ഞ സിയാപി ആയിട്ട് അവർ ബൈൻഡ് ചെയ്യുന്നു സൈറ്റോസോളിൽ, thereby blocking സിയാപി ഫ്രം ബൈൻഡിങ് ടു കാസ്പേസ്. അത് കാസ്പേസുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യും. അതായത് നോക്കിക്കുക, സിയാപി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഫാമിലി ഇൻഹിബിറ്റർ ഓഫ് അപ്പോപ്റ്റോസിസ് പ്രോട്ടീൻ. അപ്പോപ്റ്റോസിസ് പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി സിയാപ്പ് എന്ന് പറയുന്നത്. ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ ശരിക്കും എന്ത് ചെയ്യാണ്, എന്താണ് ഇതിനെ അപ്പോപ്റ്റോസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സിയാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെന്താ, ബാക്കും ബാക്സ് ഒക്കെ നമ്മുടെ മെംബ്രെയിനിലെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലമായിട്ട് അവർ ചെറിയ പോറുണ്ടാവുന്നു. ആ പോറിന് നമ്മൾ സൈറ്റോക്രോംസ് പുറത്തു വരുന്നു പറഞ്ഞു. അതേപോലെ തന്നെ അവിടുന്ന് പുറത്തു വരുന്ന ഒരാളാണ് ആര്, സ്മാക്കും ഡയാബ്ലോസും ഉണ്ട്. ഇവർ നേരെ പോയിട്ട് ഈ സിയാപ്പിനെ പോയിട്ട് പിടിക്കും. അപ്പൊ സിയാപ്പിനെ പോയി പിടിച്ചു വെക്കുമ്പോൾ ഒരിക്കലും മറ്റവരെ എന്ത് ചെയ്യാൻ പറ്റൂല, പ്രിവെന്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പൊ അപ്പോപ്റ്റോസിസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ സിയാപ്പിന് പറ്റൂല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാസ്പേസിനെ ആക്ടിവേറ്റ് ആക്കും. ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായോ? എന്താ നമ്മൾ പറയുന്നത്, സിയാപ്പ് എന്ന് പറയുന്ന ആളുണ്ട്, അവര് എന്ത് ചെയ്യും, അപ്പോപ്റ്റോസിസിനെ പ്രിവെന്റ് ചെയ്യും. അപ്പോപ്റ്റോസിസിനെ പ്രിവെന്റ് ചെയ്യുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ അപ്പോപ്റ്റോസിസ് നടക്കൂല. പക്ഷെ അപ്പോപ്റ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബാക്സും മൈറ്റോകോൺഡ്രിയയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഒരാൾ വരും, സ്മാക്. ഓക്കെ, സ്മാക് അല്ലെങ്കിൽ എന്താണ്, ഡയാബ്ലോ എന്ന് പറയുന്ന ഒരാൾ വരും, ഒരു പ്രോട്ടീൻ വരും. ഇവര് പോയിട്ട് ഇവരെ പിടിച്ചു വെക്കും. അപ്പൊ ഇവര് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഹിബിഷൻ നടക്കൂലല്ലോ.
ഓക്കെ അല്ലേ? ആ ഇൻഹിബിഷൻ അവിടെ ഫർദർ ആയിട്ട് നടക്കൂല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കൂല. അപ്പൊ അവിടെ അപ്പോപ്റ്റോസിസിന് ലീഡ് ചെയ്യും, അപ്പോപ്റ്റോസിസ് നടക്കും. ഓക്കെ, ഇനി അടുത്ത കാസ്പേസ്. അപ്പൊ 3 സാധനം നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? BCL2 പ്രോട്ടീൻസ് വേണമെന്ന് പറഞ്ഞു. അതെന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു? അടുത്ത നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയ ആണെന്ന് പറഞ്ഞു. മൈറ്റോകോൺട്രിയയിൽ എന്തൊക്കെ നടക്കും പറഞ്ഞു. അടുത്ത കാസ്പേസ് ആണ്. കാസ്പേസ് സിസ്റ്റിൻ അസ്പാർട്ടേസ് ആണ്. ആ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടിയേസസ് വിത്ത് എ സിസ്റ്റിൻ ഇൻ ദയർ ആക്റ്റീവ് സൈറ്റ് ദാറ്റ് ക്ലീവ് ദയർ ടാർഗറ്റ് ഓൺ ദി സി ടെർമിനൽ സൈഡ് ഓഫ് ദി അസ്പർട്ടേറ്റ് റെസിഡ്യൂ. അതായത് എന്താണ് കാസ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസ്പർട്ടേറ്റ് റെസിഡ്യൂസിനെ പോയി കട്ട് ചെയ്യുന്ന ഒരാളാണ്. അവരെന്ത് ചെയ്യുന്നത്? പ്രോട്ടിയേസസ് ആണ്. പ്രോട്ടീൻ ലൈസിസ് നടത്തുന്ന ആളാണ്. അവർ കട്ട് ചെയ്യുന്ന അസ്പർട്ടേസിനെയാണ്. എവിടെ അസ്പർട്ടേസിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി കട്ട് ചെയ്യും. കാസ്പേസസ് ആർ സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് സൈമോജൻ നോൺ ആസ് പ്രോകാസ്പേസ്. അതായത് ഒരു കാസ്പേറ്റ് സിന്തസൈസ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോകാസ്പേസ് എന്നാണ്. അത് ആദ്യം പ്രോകാസ്പേസ് ആയിട്ട് കിടക്കും. ഇനാക്റ്റീവ് ആയിട്ട് പ്രോകാസ്പേസ് ആയിട്ട് കിടക്കും. അത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കാസ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രോകാസ്പേസ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് 3 ഡൊമൈൻസ്. നമ്മുടെ പ്രോകാപ്സൈസിന് എന്ത് വരുന്നു? പ്രോകാപ്സൈസിന് 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. എൻ ടെർമിനൽ ഉണ്ട്, പ്രോഡോമിനൽ ഫോളോവർഡ് ബൈ ദ ലാർജ് ആൻഡ് സ്മോൾ സബ്യൂണിറ്റ് ഓഫ് ദി മെച്ചർ എൻസൈംസ്. ഓക്കെ, അപ്പൊ ഒരു എൻ ടെർമിനൽ വരുന്നുണ്ട്, പ്രോഡോമിനൽ ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഒരു ലാർജ് സ്മോൾ ആയിട്ടുള്ള സബ്യൂണിറ്റ് വരുന്നുണ്ട്. അതാണ് മെച്ചർ എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിനെ കുറിച്ച് പറയാം. പ്രോകാസ്പേസിനെ കുറിച്ച്. കാസ്പേസ് ആവുന്ന സമയത്ത് ഈ എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന മെച്ചർ ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ കാസ്പേസ് കേട്ടോ. ക്ലിയർ അല്ലേ? നോക്കിക്കേ, 2 ക്ലാസ്സസ് ഓഫ് കാസ്പേസ്. 2 ക്ലാസ് കാസ്പേസ് വരുന്നുണ്ട്. ഇനീഷ്യേറ്റർ കാസ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് അടുത്ത നോക്കിക്കേ ഏതാ? ഇനീഷ്യേറ്റർ കാസ്പേസ് ഹാവ് എ ലോങ് പ്രോഡോമൈൻ. ഒരു ലോങ് പ്രോഡോമൈൻ ഉള്ള ആളുകളാണ് നമ്മുടെ ഇനീഷ്യേറ്റർ കാസ്പേസ് എന്ന് പറയുന്നത്. ദേ എക്സിസ്റ്റ് ആസ് മോണോമറിക് ഇൻ സെൽ ആൻഡ് ബിക്കം ഓട്ടോ ആക്ടിവേറ്റഡ് വെൻ സ്കഫോൾഡിംഗ് കോഫാക്ടർ പ്രൊമോട്ട് ദ അഗ്രിഗേഷൻ. അതായത് എക്സിസ്റ്റിംഗ് ഇവർ മോണോമേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് സ്വയം തന്നെ എന്ത് ചെയ്യും? ഓട്ടോ ആക്ടിവേറ്റ് ആകും. എന്തുമായിട്ട്? സ്കഫോൾഡ് ചെയ്യുമ്പോൾ, കോഫാക്ടേഴ്സ് ആയിട്ട് സ്കഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവരെന്നെ എന്ത് ചെയ്യുന്നു? കോ ആക്ടിവേറ്റ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് കാസ്പേസ് 2, കാസ്പേസ് 8, കാസ്പേസ് 9, കാസ്പേസ് 10. നോക്കണേ ഏതൊക്കെയാണ്? കാസ്പേസ് 2, 8, 9, 10. അങ്ങനെ 2 ടൈപ്പ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനീഷ്യേറ്റർ കാസ്പേസ് ആണ്. അതിന് എക്സാമ്പിളും പറഞ്ഞു. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ആക്ടിവേറ്റ് ആണെന്ന് പറഞ്ഞു. അവർ മോണോമറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അവർ അഗ്രിഗേഷൻ ഫോം ചെയ്യുന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എഫക്ടർ കാസ്പേസ്. രണ്ടാമത്തെ ടൈപ്പ് ആണ് എഫക്ടർ കാസ്പേസ് ആണ്. സൈമോജൻ ആർ മോണോമേഴ്സ് വിത്ത് ഷോർട്ട് പ്രോഡോമിനൻ ഡൊമൈൻ. ഓക്കെ, അപ്പൊ സൈമോജൻസ് മോണോമേഴ്സ് പക്ഷെ ഷോർട്ട് പ്രോഡോമൈൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എഫക്ടർ കാസ്പേസ് എന്ന് പറയും. ദിസ് ഇനാക്റ്റീവ് എൻസൈംസ് ആർ ടിപ്പിക്കലി ഇൻകാപ്പബിൾ ഓഫ് ഓട്ടോ ആക്ടിവേഷൻ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനാക്റ്റീവ് ആയ ഒരാൾക്ക് ഒറ്റക്കൊരിക്കലും ഓട്ടോ ആക്ടിവേഷൻ പോസിബിൾ അല്ലാത്ത ആൾക്കാരാണ്. ദേ ആർ ആക്ടിവേറ്റഡ് ത്രൂ എ ക്ലീവേജ് ബൈ ഇനീഷ്യേറ്റർ കാസ്പേസ് ഓർ ബൈ അതർ ആക്റ്റീവ് എഫക്ടർ കാസ്പേസ്. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാസ്പേസ് ഉണ്ടല്ലോ, അവർ ആക്റ്റീവ് ആവുന്നത് വഴിയാണ് ഇവർ ആക്റ്റീവ് ആവുന്നത്. ഇവർക്ക് ഒറ്റയ്ക്ക് ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല. എക്സാമ്പിൾ നോക്കിക്കേ, കാസ്പേസ് 3, കാസ്പേസ് 6, കാസ്പേസ് 7. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കണം. 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനീഷ്യേറ്റർ ഉണ്ട്, എഫക്ടറും ഉണ്ട്. ഓക്കെ, ഇനീഷ്യേറ്റർ കാസ്പേസ് ഉണ്ട്, എഫക്ടർ കാസ്പേസ് ഉണ്ട്. ഇനി നോക്കിക്കേ, നമുക്കറിയാം അപ്പോപ്റ്റോസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് അറിയാം. അത് മൈൽഡ് കൺവല്യൂഷൻ, ക്രോമാറ്റിൻ കമ്പാൻഷൻ ആൻഡ് മാർജിനേഷൻ, കണ്ടൻസേഷൻ ഓഫ് സൈറ്റോപ്ലാസം. നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലിന് മൊത്തത്തിലൊരു ചേഞ്ച് വരും. ബ്രേക്കപ്പ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യുന്നു? ബ്രേക്കപ്പ് ചെയ്യുന്നു. ന്യൂക്ലിയർ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നു, ബ്ലബിംഗ് നടക്കുന്നു, സെൽ ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ഒരു വേറെ ഷേപ്പ് ആയിട്ട് മാറുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താ നടക്കുന്നത്? ഫാഗോസൈറ്റോസിസിലേക്ക് ലീഡ് ചെയ്യും. ഫാഗോസൈറ്റോസിസിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ അവിടെ അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആയിട്ട് തന്നെ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോപ്റ്റോട്ടിക് ബോഡീസിനെ ഒരു ഫാഗോസൈറ്റിക് സെൽസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ സ്വാലോ ചെയ്തിട്ട് അങ്ങ് ഡിസ്ട്രക്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെൽ ഉണ്ടാവും. ആ സെല്ലിന്റെ എന്താണ് സ്ട്രക്ചറലി മോർഫോളജിക്കലി ചേഞ്ചസ് വരുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു? അത് ഓരോരോ അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആയിട്ട് മാറുന്നു. അതിനൊരു ഫാഗോസൈറ്റിക് സെല്ല് വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വാലോ ചെയ്തിട്ട് ഡിസ്ട്രക്ഷൻ നടത്തുന്നു. നോക്കിക്കേ, ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ഈസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഇന്നർ സൈറ്റോസോളിക് ലീഫ്ലെറ്റ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ ലീഫ്ലെറ്റിൽ കാണുന്ന ഒരാളാണ് ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് അപ്പോപ്റ്റോസിസിന്റെ സമയത്ത് ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആർ ഫൗണ്ട് ഇൻ ദ എക്സോപ്ലാസ്മിക് ലീഫ്ലെറ്റ്. സാധാരണ നോർമലി എവിടെയാണ് കാണുക? നോർമലി അതിനെ കാണുന്ന ഇന്നർ സൈറ്റോസോളിക് ലീഫ്ലെറ്റിലാണ്. പക്ഷേ ഒരു അപ്പോപ്റ്റോട്ടിക് സെൽ ആണെങ്കിൽ അതിനെ എവിടെ കാണാൻ പറ്റും? അതിന്റെ എക്സോപ്ലാസ്മിക് ലീഫ്ലെറ്റിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ സെൽ മെംബ്രെയിൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്
അല്ലെങ്കിൽ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയും. അപ്പൊ നോർമലി അതിന്റെ ലീഫ്ലെറ്റിന്റെ എവിടെയാണ് കാണാൻ പറ്റുക? പ്ലാസ്മ മെംബ്രെയിന്റെ ഇന്നർ പോർഷനിലാണ് കാണാൻ പറ്റും. പക്ഷെ അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള ഒരു സെല്ലാണെങ്കിൽ നമുക്ക് അതിനെ എവിടെ കാണാൻ പറ്റും? അതിന്റെ ലീഫ്ലെറ്റിൽ പുറത്ത് എക്സോപ്ലാസ്മിക് ആയിട്ടുള്ള ലീഫ്ലെറ്റിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് ആ സെല്ല് ഡെത്തിലേക്ക് പോവുകയാണ്, അപ്പോപ്റ്റോസിസ് നടക്കുകയാണല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ആക്ട് ആസ് ആൻ ഈറ്റ് മീ സിഗ്നൽ. സത്യം പറഞ്ഞാൽ മറ്റു സെല്ലിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ആ സെല്ല് സേഫ് ആണ്, പക്ഷെ പുറത്താവുന്ന സമയത്താണ് ഇതൊരു സിഗ്നൽ ആയിട്ട് പാസ് ചെയ്യുന്നത്. എന്ത് സിഗ്നൽ? ഈറ്റ് മീ സിഗ്നൽ ആണ്. അതായത് ഈറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിനെ കഴിക്കുക അല്ലെങ്കിൽ ആ സെല്ലിനെ വീഴുക എന്നുള്ള, അതായത് ഫാഗോസൈറ്റോസിസിനുള്ള സിഗ്നൽ കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ. ആരാണ്? ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആണ്, ഈറ്റ് മീ സിഗ്നൽ ആണ്. ഓക്കെ അല്ലെ? ഇത് ബൈൻഡ് ടു സെവറൽ ടൈപ്പ് ഓഫ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ റിസപ്റ്റർ ഓൺ ദി സർഫസ് ഓഫ് നെയ്ബറിംഗ് ഫാഗോസൈറ്റിക് സെൽസ് ദാറ്റ് ഇനീഷ്യേറ്റ് എൻഗൾഫ്മെന്റ് ഓഫ് ദി ഓൾ ഓർ സെൽ ഫ്രാഗ്മെന്റ്സ്. അതായത് ഇവരാണ് ശരിക്കും നമ്മുടെ ഫാഗോസൈറ്റോട്ടിക് സെൽസിന്റെ റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുക. ആരാണ്? ഈ ഫോസ്ഫോലിപ്പിഡ് സാധാരണ ലീഫ്ലെറ്റിന്റെ ഇന്നറിലായിരിക്കും, പക്ഷെ അപ്പോപ്റ്റോട്ടിക് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആ ഭാഗമാണ് നമ്മുടെ ഫാഗോസൈറ്റോസിസിന്റെ റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുക? നമ്മുടെ ഫാഗോസൈറ്റോസിസിലേക്ക് ലീഡ് ചെയ്യുക. ഓക്കെ അല്ലെ? നോക്കിക്കേ ഇവിടെ എന്താ നടന്ന? കില്ലർ ലിംഫോസൈറ്റ് അല്ലെ? ഇവിടെ ഇവിടെ എന്തൊക്കെയാ നോക്കിക്കേ. ഇവിടെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് അതിന്റെ അസംബ്ലി, എങ്ങനെയാണ് അത് ഡിആക്ടിവേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ലിംഫോസൈറ്റ് വരുന്നുണ്ട്. നോക്കൂ, ഡെത്ത് ഡൊമൈന്, ഡെത്ത് എഫക്റ്റർ ഡൊമൈന്, നമ്മുടെ ഇവിടെ പ്രോക്യാപ്സൈസ് ഒക്കെ എന്ത് ചെയ്തിട്ട് ക്യാപ്സൈസ് ഒക്കെ എന്താ ഓൺ ആയിട്ടുണ്ട്, എല്ലാം ഇവിടെ ഓൺ ആയി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരൊരു ഡെത്ത് വീല് ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് വീല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനകത്ത് എന്ത് സംഭവിക്കും? കാസ്പേസ് ഓൺ ആവും. കാസ്പേസ് ഓൺ ആയി കഴിഞ്ഞാൽ കാസ്പേസ് എന്ത് ചെയ്യുന്നു? കാസ്പേസ് അവിടെ ഫർദർ സ്റ്റെപ്പുകൾ നടത്തിയിട്ട്, കാസ്പേസ് ആണ് ആക്ച്വലി ഇതിന്റെ പ്രോട്ടിയോസോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നത് നമ്മുടെ ക്യാപ്സൈസ് ആണ്. ക്യാപ്സൈസ് അതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ആക്കി കഴിഞ്ഞാൽ ഫൈനലി അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള ഈ ഒരു ഫ്രാഗ്മെന്റ്സിന് ഫാഗോസൈറ്റോട്ടിക് സെൽസ് വന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഡിഗ്രേഡ് ചെയ്ത് കളയുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കാം, നമുക്ക് നോക്കാം കാസ്പേസ് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഒന്ന്, ICAD ഇൻഹിബിറ്റർ ഓഫ് DNAs. DNA ഫ്രാഗ്മെന്റേഷന് എന്ത് ചെയ്യുന്നു? DNAസിന്റെ എന്താണ്? ICAD ഇൻഹിബിറ്റർ ഓഫ് DNAs ആണ്. സോ അതുകൊണ്ട് തന്നെ DNA ഫ്രാഗ്മെന്റേഷൻ നടത്തും. അടുത്ത ന്യൂക്ലിയർ ലാമിങ്സിന്റെ ഫ്രാഗ്മെന്റേഷൻ നടക്കും. പിന്നെ അതുപോലെ നമ്മുടെ കാസ്പേസ് ഒരു സെല്ലിൽ എന്തൊക്കെ ചെയ്യുന്നത് നോക്കുന്നത്? ഒന്ന്, DNA ഫ്രാഗ്മെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ്, സെൽ ഫ്രാഗ്മെന്റേഷൻ, മെംബ്രെയിൻ ബ്ലബിങ്ങും, അതുപോലെ തന്നെ അടുത്തത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഗോൾജി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കാസ്പേസ് ആണ്. അപ്പൊ കാസ്പേസ് എന്തൊക്കെ ചെയ്യാം? DNA ഫ്രാഗ്മെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ്, സെൽ ഫ്രാഗ്മെന്റേഷൻ, മെംബ്രെയിൻ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഗോൾജി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ അല്ലേ? ഇത് നോക്കിക്കേതാ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ നടക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഒരു മാമൽ സെൽ, രണ്ട് സെല്ലും കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മാമൽ സെല്ലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ബാക്സും ബാക്കും ആക്ട് ചെയ്യുന്നു. ഇവിടെ BCL2 കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്രൊട്ടക്ടർ ആട്ടോ. ഓരോ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബിഡും ബിമ്മും അതിന്റെ റെഗുലേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്കും ആക്ട് ചെയ്യുന്നു. മൈറ്റോകോൺഡ്രിയയിൽ സൈറ്റോക്രോം C പുറത്ത് ചാടുന്നു. സൈറ്റോക്രോം Cന്റെ കൂടെ തന്നെ വേറൊരാളും ചാടുന്നു എന്ന് പറഞ്ഞിരുന്നു. ഏതായിരുന്നു? സ്മാക്ക് ഡയബ്ലോ ചാടുന്നു. ഒരു IAPSനെ എന്ത് ചെയ്യുന്നു? അവിടെ പിടിച്ചു വെക്കുന്നു. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ZRP എന്ന് പറഞ്ഞില്ല അത് കേട്ടോ. അതിനെ പിടിച്ചു വെക്കുന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെ എന്ത് സൈറ്റോക്രോം C പുറത്ത് ചാടിയിട്ട് അപ്പാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ നമ്മളൊരു വീല് ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ വീല് ഫോം ചെയ്യുന്നു. ആ വീല് ഫോം ചെയ്യുമ്പോഴേക്ക് കാസ്പേസ് നയം വരുന്നു. ഇനീഷ്യേറ്റർ വരുന്നു. ദെൻ എഫക്ടേഴ്സ് വരുന്നു. ഇതെല്ലാം കൂടെ ആക്ട് ചെയ്തിട്ട് സെല്ലുലാർ ടാർഗറ്റ് നോക്കിയിട്ട് സെല്ലിന്റെ എന്താണ് ഈ കാസ്പേസും എല്ലാം കൂടെ ആക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് സെല്ലിനെ ഓരോ പോർഷൻസ് ആക്കി ഡിഗ്രേഡ് ചെയ്യുന്നു. അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആക്കുന്നു. അപ്പോപ്റ്റോട്ടിക് ബോഡീസിനെ എന്ത് ചെയ്യുന്നു? ഓരോ ഫാഗോസൈറ്റോട്ടിക് സെൽസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്ത് കളയുന്നു. ആ സെൽ ഡെത്ത് നടക്കുന്നു. ഓക്കെ, ഇവിടെ C. elegans നെമറ്റോഡ്സിന്റെ കേസിലുള്ള ഏതൊക്കെ വരുന്നതൊന്നും എന്ത് ചെയ്തിട്ടുണ്ട്? സൈഡിൽ കൊടുത്തിട്ട്. അപ്പൊ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോപ്റ്റോട്ടിസിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി നോക്കിക്കേ എന്തൊക്കെയാണ് കാസ്പേസ് ആക്ടിവേഷൻ വഴി നടക്കുന്നത് നോക്കാം. ഒന്ന്, സെൽ ഡെത്ത്, ഡെൻഡ്രൈറ്റിക് പ്രൂണിങ്, ലേണിംഗ് മെമ്മറി, സ്പേം ഇൻഡിവിജ്വലൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ കോമ്പൻസേറ്ററി പ്രോളിഫറേഷൻ, ഇമ്മ്യൂണിറ്റി, ഡിഫറൻസിയേഷൻ, എന്യൂക്ലിയേഷൻ, സെൽ ഡെത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി കാസ്പേസിന്റെ ആക്ടിവേഷൻ വഴി നടക്കുന്നത്. അപ്പൊ കാസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ പ്രോട്ടീൻ അല്ല, ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ കാസ്പേസിലുണ്ട്. അത് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ടു എന്ന് മാത്രം. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്പോപ്റ്റോസിസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ,
അപ്പൊ ശരി, അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.